അങ്ങനെ ഒരു ചെറിയ ട്രിപ്പ് കുമരകത്തോട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കസിൻസ് ഉണ്ട്, ഹോമിയോ കോളേജിൽ നമ്മുടെ കൂടെ പഠിച്ച പിള്ളേരുണ്ട്, പിന്നെ ഫ്രണ്ട്സുണ്ട്, അങ്ങനെ കസിൻസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പ് കുമരകത്ത് പോവുക. കുമരകത്ത് നിന്ന് നേരെ പാതിരാമണലിലോട്ട് പോവുക. പാതിരാമണലിൽ നിന്ന് തിരിച്ച് വന്ന് ഒരു ഹൗസ് ബോട്ടിൽ കയറി ഒരു കറക്കം. ശനിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 17 പേരുള്ളൊരു ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്താണ് തിരുവനന്തപുരത്ത് നിന്ന് കവടിയാറിൽ നിന്ന് പോകുന്നത്. അപ്പോൾ 2-3 പേരൊക്കെ വീട്ടിൽ നമ്മുടെ കവടിയാറിൽ ക്ലിനിക്ക് ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് കാറിട്ടിട്ട് പിന്നെ നമ്മൾ കൂടെ കയറി. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നേരെ ടെമ്പോ ട്രാവലർ എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പം രാവിലെ 6-6:30 മണിയായപ്പോഴത്തേക്കും ഇവിടെ നിന്ന് യാത്ര തുടങ്ങി. നേരെ ഇപ്പം പിന്നെ വഴി പോകുന്ന വഴിക്ക് 2-3 പേരെ കൂടെ പിക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർത്താണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെ യാത്ര തുടങ്ങി അങ്ങോട്ട് പോവുകയാണ്. ഈ അനന്തപുരി എന്ന് പറഞ്ഞിട്ട് ട്രാവൽസാണ് പിടിച്ചത്. കൊള്ളാം, നല്ല ഡ്രൈവറും എല്ലാം, വണ്ടിയും കൊള്ളാം. ഒരു 2024 മോഡൽ വണ്ടിയാണിത്. പുഷ് ബാക്ക് സീറ്റൊക്കെ ഉള്ളതാണ്. അപ്പം നോർമൽ സ്പീഡിൽ അങ്ങനെ നമ്മൾ അങ്ങനെ പോവുകയാണ്. ഇതാണ് രാജിത എന്ന് പറഞ്ഞ ഇത് നമ്മുടെ സീനിയറാണ്. ഇത് ചിഞ്ചു എന്ന് പറഞ്ഞാണ്. തൊട്ട് ബാക്കിൽ ഡോക്ടർ സന്തോഷ്, ഡോക്ടർ ശ്രീദേവി, എല്ലാ ഹോമിയോ ഡോക്ടേഴ്സാണ്. പിന്നെ വൈഫ്, പിന്നെ കസിൻ നഹാസ്. അങ്ങനെ നമ്മളൊരു ബറ്റാലിയൻ 18 പേരും പിന്നെ അവിടെ ചെന്നിട്ട് 4 പേരോട് കൂടിയാണ് എല്ലാവരും കൂടെയാണ് നമ്മളങ്ങനെ പോകുന്നത്. അപ്പം ഒരു ചെറിയ ട്രിപ്പ്, രസം. ചൂടൊക്കെയാണ്, അപ്പോൾ എന്നാലും ഒരു ചെറിയ ട്രിപ്പ് രസമാണ്. അങ്ങനെ അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. തിരിച്ചിട്ട് നേരെ ഇത് നമ്മൾ ലക്ഷ്മി ഹോട്ടൽ ആൻഡ് അതായത് റിസോർട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലത്താണ്. കുമരകത്താണ് റൂം ബുക്ക് ചെയ്തത്. 2500 രൂപയാണ് റൂമിന്. കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള നീറ്റ് റൂം. പിന്നെ ഫാനില്ല, അത് അത്ഭുതമായിരുന്നു. AC മാത്രമേ ഉള്ളൂ. AC ഇട്ട് തണുത്ത് മരവിച്ചു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ AC ഇട്ട് കിടക്കാൻ നിർബന്ധമായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഫാനില്ലാത്തൊരു റൂം കാണുന്നത്. അതിൻ്റെ പുറത്താണ്. നല്ല ചൂടുണ്ട് കേട്ടോ, കൊതുകൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേക വൈബാണ് കുമരകത്തിൻ്റെ. അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം ഞങ്ങൾ റൂമിലൊക്കെ ഒരു ഇൻസ്പെക്ഷനൊക്കെ ചെയ്തിട്ട് നേരെ അതിൻ്റെ പുറത്ത് അവിടെ നല്ല ലോണൊക്കെ നല്ല ഭംഗി അലങ്കരിച്ചിരിക്കുന്നു. രാത്രി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കും. രസമുള്ള സ്ഥലം, കുഴപ്പമില്ല. ഈ പ്രൈസിന് വെർത്താണ്. അപ്പോൾ അങ്ങനെ ഹോട്ടലിൻ്റെ ലോണാണ് ഈ കാണിക്കുന്നത്. ബാർ അറ്റാച്ച്ഡ് ഹോട്ടലാണ്. അപ്പം ആദ്യം ഇവിടെ വെച്ചിട്ടാണ് നമുക്കൊരു രാത്രി ഡിന്നറൊക്കെ തരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ പിന്നെ അത് മാറ്റി, കാരണം കൊതുകുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേണ്ടിയിട്ട് അകത്ത് റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിച്ചു. അതൊക്കെ നമുക്ക് വഴിയെ കാണാം. അപ്പം ചെറിയ ട്രിപ്പായതുകൊണ്ട് കോസ്റ്റും വലിയ പൈസ മൊത്തത്തിൽ നമുക്കൊരു എല്ലാവർക്കും ഒരു 6500 ആ റേഞ്ച് വെച്ച് പെർ ഹെഡ് ആയുള്ളൂ. രസമുള്ളൊരു 2 ദിവസം നല്ല അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ഒരു 4 ബെഡ്റൂമുള്ള ഒരു ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ് പോലെയാണ് ഇത് വെച്ചിരിക്കുന്നത്. 4 4 8, നമുക്ക് 8 റൂം തന്ന അങ്ങനെയാണ്. താഴെ 2 റൂം, മുകളിൽ 2 റൂം. അപ്പോൾ അത് അവിടെ തന്നെ എൻ്റെ ഉടമസ്ഥനൊക്കെ താമസിക്കുന്നു തോന്നുന്നു. അപ്പം റൂംസൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. പക്ഷെ കൊതുകുതിരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഫാനില്ല, അതാണ് ഏറ്റവും പ്രശ്നം. പക്ഷേ AC ഉണ്ട്. AC ഉള്ള സൗണ്ട് നമുക്ക് പിന്നെ AC ആകുമ്പോൾ മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന നമുക്കൊരു സൗകര്യം തോന്നും, രസം തോന്നില്ല. അതാണ് ഡോക്ടർ സന്തോഷ് കാര്യങ്ങളൊക്കെ ഇരുന്ന് ചോദിക്കും. രാവിലെ വന്ന് നമ്മൾ കയറിയുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിന്ന് കുമരകത്തോട്ട് ഇവിടെ പാതിരാമണലിലോട്ട് പോകണമല്ലോ. ഇത് നമ്മളൊരു കസിൻ്റെ വൈഫാണ്, സലീം എന്ന് പറഞ്ഞ പുള്ളിയുടെ വൈഫാണ്, റജില എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ
എല്ലാവരും ഇങ്ങനെ ഇറങ്ങി നിന്ന് റെഡിയായിട്ട് വന്ന് നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ശേഷം ഒരു 10-10:30 മണിയാവും. 10 കുറച്ചുകൂടെ നേരത്തെ വന്നു, 9-9:30 വന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം 11 മണിക്കാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രാജീവ് എന്ന് പറഞ്ഞ ഒരാളാണ്, പുള്ളിയുടെ വൈഫാണ് നിൽക്കുന്നത്. അങ്ങനെ എല്ലാവരും ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കറങ്ങിയിരിക്കുകയാണ്. സാമാന്യം ചൂടുണ്ട്, പക്ഷേ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ടുള്ള രസവും ഉണ്ട്, ഒരു വൈബും ഉണ്ട്. അപ്പം നമ്മൾ ഇറങ്ങാനായിട്ടൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് റെഡിയായി ഫ്രഷൊക്കെ ആയിട്ടേ വന്നേക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു കസിൻ്റെ നിസൈബാന്ന് തന്നെയാണ് പേര്. നമ്മുടെ വരുന്ന നഹാസിൻ്റെ വൈഫാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ റെഡിയായി ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലോണിലോട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇനി നമ്മുടെ ടെമ്പോടെ കിടപ്പുണ്ട്. അപ്പം ഡ്രൈവർ ചേട്ടനെയൊക്കെ കാണാറുണ്ട്. ഡ്രൈവർ അനിയനാണ്, ചേട്ടനല്ല. ഞങ്ങളെല്ലാവരും ഏകദേശം സീനിയേഴ്സാണ്. അപ്പം അങ്ങനെ ഇറങ്ങാനായിട്ട് അപ്പോൾ ഇതാണ് സലീമണ്ണൻ്റെ വൈഫാണ് ആ നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ റൂംസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രഷപ്പൊക്കെ ആയിട്ട് റൂമിൻ്റെ ഡീറ്റെയിൽസെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാമല്ലോ അങ്ങനെയൊക്കെ. ലോണിലോട്ട് ഇങ്ങനെ കയറുന്നു. ലോണിലോട്ട് അവിടെ നിന്ന് ഇങ്ങനെ നേരെ ബസ്സിൽ കയറി നേരെ പോകുന്നു. അപ്പോൾ നമ്മളത് കഴിഞ്ഞാൽ ഒരു കിളിക്കൂട് എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് കള്ള് ഷാപ്പാണ്. അപ്പോൾ അവിടെ കയറി മാതൃക കള്ള് ഷാപ്പ് എന്ന് പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇത് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് അതിലൊരാൾ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞങ്ങളവിടെ കയറി നല്ല ആളുണ്ട് കേട്ടോ. അവിടോട്ട് കയറാൻ എല്ലാവരും നടന്ന് നമ്മുടെ ജോർജ് അച്ചായാലും ഭാര്യയും പോകുന്നുണ്ട്. ശ്രീദേവിയാണ് ഈ വരുന്നത്. പിന്നെ സന്തോഷ്, എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇവരുടെ ഫുഡിലും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതൊരു പ്രത്യേക ഇതാണ് സന്തോഷിൻ്റെ വൈഫാണ് ആ പോകുന്നത്. ഇവരെല്ലാം ഹോമിയോ ഡോക്ടേഴ്സാണ് കേട്ടോ. അവരൊക്കെ ഓരോരുത്തർക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇത് നഹാസ്, ഇത് മറ്റേ പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ വരുന്നത് എൻ്റെ വൈഫ്. ഞങ്ങൾ കസിൻസാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ കയറി നേരെ കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളവിടെ ഒരു സ്റ്റാഫ് അകത്തോട്ട് പോയി AC റൂമിൽ ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വെള്ളമൊക്കെ ഇട്ടാൽ കേട്ടോ. അപ്പം അവരുടെ ഫുഡ് കണ്ട കപ്പ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഞ്ച്, അങ്ങനെയൊക്കെ ഉണ്ട്. കപ്പ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നമ്മളങ്ങനെ ഡയറക്റ്റ് നമ്മളൊക്കെ ഡീറ്റെയിൽസ് പറയാം. ഞങ്ങളങ്ങനെ കിളിക്കൂടെന്ന് കഴിഞ്ഞാൽ കള്ള് ഷോപ്പിലോട്ട് കയറിയിട്ട് നേരെ ഇപ്പം നമ്മൾ കള്ള് കുടിക്കണമെന്ന് പറഞ്ഞ് കയറിയല്ല, രസത്തിന് ഒരു ഡിഫറൻസ് കാണാൻ വേണ്ടി കയറിയതാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കിളിക്കൂടൊക്കെ തൂക്കിയിട്ടുണ്ട് സൈഡിലൊക്കെ. അപ്പോൾ അങ്ങനെ നേരെ പോന്നു. നമുക്ക് AC റൂമിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. കയറുന്നു. ചുറ്റുമൊക്കെ വെള്ളക്കെട്ട ഒരു സ്മെല്ലും ഉണ്ട്. ഞങ്ങളങ്ങനെ അവിടെ കയറി റൂമിലിരുന്നു. AC ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അകത്ത് വെളിയിലൊക്കെ നല്ല ചൂടാണ്, അകത്ത് തണുപ്പാണ്. ആ നിൽക്കുന്ന ഇടതുവശത്ത് ഇപ്പം നിന്ന് ചിഞ്ചു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ നമ്മളതുപോലെ പരിചയപ്പെട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ കൂടിയാണ്. വെയിറ്റർ നിൽപ്പുണ്ട്, എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ഈ കൂട്ടൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ബില്ല് കൊടുക്കുന്നു. ഒന്നിച്ച് ബില്ല് വാങ്ങിക്കാതെ അപ്പന പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ റൂമിലേക്ക് എഴുതിയിട്ട് ഫോട്ടോസ്, അപ്പോൾ അവിടെ ചെവിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വിറ്റ്. അതായത് നമ്മുടെ പാട്ട് പാടാൻ പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയം പറയരുത്, പിന്നെ ഇത് സേർട്ട് വലിക്കരുത് എഴുതി വെച്ചത് കണ്ട് എനിക്ക് രസം തോന്നിച്ചു. അപ്പോൾ ഇത് കൈ കഴുകുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് അടുത്ത റൂമുകളൊക്കെയാണ് ഇത്. അവിടെയൊക്കെ ഫുൾ വെള്ളക്കെട്ട കേട്ടോ. കൊതുകുമുണ്ട്, ഈച്ചയുണ്ട്, രണ്ട് സാധനവും ഉണ്ട്. പിന്നെയാണ് ഒരാൾ പറഞ്ഞു ഇവിടെ താറാവ് ഇറച്ചിയല്ലായിരുന്നു. പക്ഷേ നമ്മൾ താറാവ് ഇറച്ചി വാങ്ങിച്ചില്ല, മീൻ വാങ്ങിച്ചു. പിന്നെ കാര്യങ്ങളൊക്കെ പറയാം. നല്ല കോസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ മീനിൻ്റെ പൊതുവെ വില കൂടുതലായതുകൊണ്ടായിരിക്കും അതിൻ്റെ കോസ്റ്റ് കൂടുതലാണ്. അപ്പം ഇത് അടുത്ത റൂമുകളിലെല്ലാം
ആൾക്കാരുണ്ട്, ഒരുപാട് പേരില്ലെങ്കിലും ഉണ്ട്. വെളിയിലൊക്കെ ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി. അപ്പോൾ അവിടുത്തെ ചേച്ചിമാരും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, സംസാരവും ഒക്കെ കൊള്ളാം. അങ്ങനെ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ അവരുടെ കിച്ചണാണ്, ഇങ്ങനെ ഓപ്പൺ കിച്ചണാണ്, കാണാം, എല്ലാം ഇങ്ങനെ കാണാം. അപ്പം നമ്മൾ ആ ബോർഡ് ക്ലിക്കൂടെന്ന് എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ഒന്നുകൂടെ ഞാൻ കാണിച്ചിരിക്കുകയാണ്. പുകവലി രഹിത ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നഹാസും അവിടെ കസിൻ വെളിയിൽ കറങ്ങി നിൽക്കുകയാണ്. അപ്പം ഒന്നുകൂടെ ഞങ്ങളവിടെ ചുറ്റിത്തിരിഞ്ഞ് പരിസരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് എടുക്കുകയാണ്. അപ്പം ചൂടുണ്ട് കേട്ടോ, ഹ്യൂമിഡ് കാലാവസ്ഥയാണ്. ഓർഡർ കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്, കാരണം ഇത്രയും പേരുള്ളതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും. 10-20 മിനിറ്റെങ്കിലും, 20 അല്ല, അരമണിക്കൂറൊക്കെ എടുത്തു ഫുഡ് കിട്ടാൻ. ഞങ്ങളങ്ങനെ അവിടെ കുത്തിയിരിക്കുകയാണ്. അതാണ് അച്ചായൻ്റെ ഡോക്ടർ അച്ചായൻ്റെ വൈഫാണ് ഇടത് വശത്ത് കണ്ടത്. പിന്നെ മറ്റേ കുട്ടി നല്ലതുപോലെ ഗിറ്റാർ വായിക്കും, അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫുഡ് വരുന്നുകൊണ്ടിരിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫുഡാണ് പറയുന്നത്. ഞങ്ങളൊരു കരിമീൻ പൊള്ളിച്ചത് 2 എണ്ണം, പിന്നെ ഒരു കപ്പ, ഒരു മീൽസ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഒരു കൂടം കള്ളും പറഞ്ഞു. കള്ള് 140 രൂപയാണ്, 160 രൂപയാണ് കള്ള്. പക്ഷേ ഞങ്ങൾ പിന്നെ അന്വേഷിച്ചപ്പോൾ ഈ കള്ളൊക്കെ പൊടിയിട്ട കള്ളാണെന്നൊക്കെയാണ് വേറെ ആൾക്കാർ പറയുന്നത്. അതിനൊരു അത്ര ടേസ്റ്റൊന്നുമില്ല. മധുരക്കള്ളെന്നൊക്കെ പറഞ്ഞു തന്നതിന് വലിയ ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ ഞാൻ കഴിച്ചില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പേരിനൊരു രസത്തിനൊരു സിപ്പ് എടുത്തിട്ട് അതവിടെ വെച്ചു. അപ്പോൾ അടുത്ത് നമ്മളൊരു ശ്രീദേവിയെ കളിയാക്കാൻ വേണ്ടിയിട്ട്, ശ്രീദേവി കുടിച്ചുമില്ല, എന്നാൽ ശ്രീദേവിയാണ് വെള്ളം അടിക്കുന്നത്, കള്ള് കുടിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടേ ശ്രീദേവിയുടെ അങ്ങനെ ആക്ഷൻസ് കാണിക്കാൻ പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞൊരു തട്ട് വെച്ചു കൊടു, ഏതായാലും അത് ദേഹത്തൊക്കെ വീണൊരു നമ്മുടെ അന്തിക്കള്ളും ഒന്നെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആക്ഷൻസ് കാണിക്കുകയാണ്. ആക്ഷൻസ് കാണിച്ചിട്ടിങ്ങനെ അപ്പം ഓരോരോ കുറച്ചൊരു കുടത്തി വെച്ചാൽ സാധനം ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാ കള്ളൊഴിച്ചു. പക്ഷേ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് കള്ളെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനേതായാലും കഴിച്ചില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. അതൊരുമാതിരിയാണ്. കള്ളിൽ ഈച്ച കാണും എന്നുള്ളതിൻ്റെ ഒരു നേരത്തെ എനിക്കറിയാം, അതുകൊണ്ട് ഞാനധികം കഴിക്കില്ല. ടേസ്റ്റ് ഒരു ബാക്കി ഇരിക്കും. നമ്മുടെ ചിഞ്ചു കഴിച്ചു. ഇവിടെ നമ്മുടെ ഫുഡ് വന്നു തുടങ്ങി. ഫുഡ് ഇത് പറഞ്ഞ പോലെ ഒരു കരിമീൻ 600 രൂപയൊക്കെ വരും. 2 എണ്ണം 1200, 1100 സംതിങ് ആവും. ഊണ് പൈസ കുറവാണ്, പക്ഷേ ഊണൊക്കെ തന്നെ സാധാ ഊണാണ്. അതുപോലെ ഈ കരിമീൻ എനിക്ക് തോന്നുന്നത് ലോക്കൽ അല്ല. എന്ന് വെച്ചാൽ ഇവർ വളർത്തുന്ന പോലത്തെ വലിയ പൊന്തം കരിമീൻ, അതിന് ഭയങ്കര ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഗ്രേവി കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. പക്ഷേ മീൻ അത്ര രസം തോന്നിയില്ല. അത് ഈ വളർത്ത് കരിമീൻ മറ്റേ കായലിൽ നിന്ന് പിടിച്ച കരിമീൻ നമ്മളിനി അടുത്തതിൽ കാണിക്കും, വന്നതിൽ കാണിക്കും. ഇത് അത് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് അത്ര പോരാ. കള്ളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇത് എൻ്റെ വണ്ടി ഇരുന്ന കള്ളാണ്. ഞാനത് പതുക്കെ അങ്ങോട്ട് കസിന് തന്നെ മാറ്റി വെച്ചു കൊടുത്തു. നല്ല ചൂടായിരുന്നു. കരിമീൻ പൊള്ളിച്ചത് കൊണ്ടുവന്നപ്പോൾ അത് പൊള്ളിച്ച് നോക്കി. അപ്പോൾ അതിനകത്ത് മാംസമൊക്കെ ഉള്ള വലിയ കരിമീൻ തന്നെ, പക്ഷേ ടേസ്റ്റ് അത്ര അങ്ങോട്ട് പോരാ. ഞാൻ വെറുതെ കപ്പയും മാച്ച് ഇത് മുക്കി കഴിച്ചു. എന്നിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് പതുക്കെ പുറത്തിറങ്ങി. കംപ്ലീറ്റ് ഈ ആഫ്രിക്കൻ ബായിൽ വന്ന് കിടപ്പുള്ളൂ കുറേ ഏരിയകളെല്ലാം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം പിന്നെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നോക്കുന്നതിനായിട്ട് അവിടെ ആ ഏരിയകളെല്ലാം ഇങ്ങനെ അവിടെ സ്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ നമ്മൾ പാതിരാമണലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നു. അവിടെ നമുക്ക് ബോട്ട് പിടിച്ച് വേണം. അപ്പം അവിടെ നിന്ന് നമ്മൾ ഈ വന്ന കുമരകത്തിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം 10-15 മിനിറ്റ് ട്രാവലുണ്ട്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ കുമരകത്തോട്ട് ബോട്ട് പിടിച്ച് അവിടെ നിന്ന് ബോട്ട് പിടിച്ച് നമുക്ക് ഈ പാതിരാമണൽ, അതാണ് പാതിരാമണൽ കാണുന്നത്, പാതിരാമണലിലോട്ട് പോകണം. അപ്പോഴതിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാതിരാമണലിൽ നമ്മൾ കയറി. അപ്പോൾ അവിടെ ചെറിയ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് പോകാൻ പിന്നെ ബോട്ടിന് ബാർഗെയിനബിളാണ്, 200 രൂപ കണ്ട വെച്ച് കൊടുത്തു. നമ്മൾ ചേട്ടൻ്റെ അടുത്ത് സവാജമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പം ബോട്ട് വന്നിട്ട് ഇനി അവിടെ കയറി നമുക്ക്
അപ്പുറത്ത് പാതിരാമണലിലോട്ട് പോകണം. ബോട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ല ചൂടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് വെള്ളം കുടിച്ച് കുറേ കുടിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടെമ്പറേച്ചറുണ്ട് അവിടെ. നമ്മുടെ അനന്തപുരി വണ്ടിയാണ് ബാക്കിൽ കാണുന്നത്. അതായത് പുള്ളിക്കാരൻ കൊണ്ട് ഒതുക്കുകയാണ്. ഞങ്ങൾ വണ്ടിക്ക് കാത്തിരിക്കുകയാണ്. ഒരു ബോട്ട് പറഞ്ഞ് അപ്പോൾ അവിടെ പോയിട്ട് ചിലപ്പം ഇതുപോലെ 2 ഓപ്ഷനുണ്ട്. ഒന്ന് നേരിട്ടിറങ്ങാം, അപ്പോഴാണെങ്കിൽ 150 രൂപ. മറ്റേത് ഈ ദ്വീപിനെ ചുറ്റി കറങ്ങി വന്നിട്ട് അവിടെ കൊണ്ടുവിടും. ഞങ്ങൾ പറഞ്ഞ് അതായത് ഇറക്കാൻ ചുറ്റി കറങ്ങി കൊണ്ടുവിടാൻ പറഞ്ഞു. അപ്പം അതിനായിട്ട് വണ്ടി അപ്പുറത്ത് പോയ ഹൗസ് ബോട്ട് അല്ല, അത് സാധാ ബോട്ടാണ്, ഇത്തിരി വലിയ ബോട്ട്. അത് തിരിച്ച് വരണം, അതുവരെ അവിടെ കാത്തിരിക്കണം. അപ്പോൾ അങ്ങനെ അവിടെ കാത്തിരുന്നിട്ട് ഇപ്പം ഓരോരോ തമാശകളും കാര്യങ്ങളൊക്കെ അങ്ങനെ അടിക്കുകയാണ്. ഓരോരോ കത്തികളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 15-20 മിനിറ്റ് അവിടെ നിന്നപ്പോഴാണ് വണ്ടി വന്ന്. ഞങ്ങളതിനകത്തോട്ട് ബോട്ടിൽ കയറിയിട്ട് ബോട്ടിൽ നിന്ന് എല്ലാവരും ഇരുന്ന് വെള്ളം കുടിക്കുന്നുണ്ടല്ലേ. ബോട്ടിൽ ഇരുന്നിട്ട് നേരെ അവിടെ അങ്ങോട്ട് പോയി തുടങ്ങി. അങ്ങോട്ട് പോയി ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പാതിരാമണലിലോട്ട് കൊണ്ടുപോകാം. പാതിരാമണലെന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ്. മൃഗങ്ങളൊന്നുമില്ല, പക്ഷികളും ഈ ചിത്രശലഭം അങ്ങനെയൊക്കെയുള്ളൊരു സംഭവമാണ്. അതിനകത്ത് ഇങ്ങനെ നമുക്ക് നടക്കാം, ക്രോസായിട്ട് നടക്കുന്നിട്ട് പിന്നെ കുറച്ച് ശാന്തമായ ദ്വീപ് എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. ഭയങ്കര സംഭവമൊന്നും കാണാനില്ല, എന്നാലും രസമുണ്ട്. അവിടെ വന്നൊരു പുതിയ പേരും രസമാണ്, ഈ പാതിരാമണൽ രസമാണ്. ബോട്ടിലിങ്ങനെ എല്ലാവരും കയറി ശാന്തമായിരിക്കുകയാണ്. പലരും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ആരും ഇല്ല. നമ്മുടെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-25 മിനിറ്റ്, അതായത് പാതിരാമണലിന് ചുറ്റും കൊണ്ട് കാണിച്ചിട്ട് നമ്മളവിടെ കൊണ്ടുവിടും. അതാണ് അവരുടെ പ്രൊസീജിയർ. അപ്പം ആദ്യം അങ്ങനെയാണല്ലോ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഡാൻസ് തുടങ്ങി. നമ്മുടെ സീനിയേഴ്സും ജൂനിയറും എല്ലാവരും കൂടെ ഇരുന്ന്, വൈഫും എല്ലാം കൂടെ ഉണ്ട്. ഡാൻസാണ്, പല സ്റ്റെപ്പിട്ട് ഡാൻസ് കളിക്കാൻ അറിയാൻ തോന്നുന്നു. അപ്പം അത് കാരണം പിന്നെ ശ്രീദേവിയും കൂടെ ഡാൻസിന് കൂടി. രസമുണ്ട്. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്കൊരു എൻജോയ്മെൻറ്റ്, സമയവും പോവും. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു ജോലി തിരക്കുകളുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞ് ചിന്തിച്ചിട്ട് അവരുടെ യുവനും പിന്നെയും തിരിച്ച് ബാക്ക് റിവേഴ്സിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോട്ടിലങ്ങനെ പോവുകയാണ്. രസമുള്ള സംഭവം, നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ട്രിപ്പ് ഒരു രസം വരുള്ളൂ. അപ്പം അങ്ങനെ ഇത് പലരെയും ഇങ്ങോട്ട് കളിക്കാൻ വിളിക്കുന്നെങ്കിലും പുള്ളിക്കാരി ചെല്ലുന്നില്ല. എന്നാലും ഉള്ളവർ വെച്ച് കളിക്കുകയാണ്. ഇപ്പം ഡാൻസുകളും പാട്ടുണ്ട്. അതിൽ നഹാസ് പോയി അതിൻ്റെ ഡ്രൈവറെ പരിചയപ്പെടുന്നത് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ പുള്ളിക്കാരനോട് ചോദിച്ചു. പുള്ളിക്കാരൻ്റെ നമ്പറൊക്കെ മേടിച്ച് വെച്ചപ്പം പുള്ളിയെ അവിടെ നമ്മളെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നമ്മളെ തിരിച്ച് വിളിക്കുമ്പോഴേ, നമ്മൾ ഫോണിൽ വിളിക്കുമ്പോഴേ തിരിച്ചു വരുമോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ കാറ്റടിക്കുന്നു. ഇവിടെ നമ്മൾ മുമ്പ് ഒരു ദിവസം ഇതേപോലെ കാറ്റടിച്ചിട്ട് ഞങ്ങളുടെ ഇത് വെച്ചിരുന്ന് കുട പറന്ന് പോയിട്ട് പിന്നെ പോകാതെ തിരിച്ച് ഞങ്ങൾ പോയായിരുന്നു. അത് കുറേ കാലം മുമ്പ്. പക്ഷേ ഇതുപോലത്തെ വലിയ ബോട്ട്സൊക്കെ ആയിപ്പോയിട്ട് പിന്നെ അതൊന്നും പ്രശ്നം വരുന്നില്ല. നോർമലി ചില ദിവസങ്ങളിൽ ഭീകരകാറ്റ് കാണുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളത് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആ കാണുന്നതാണ് പാതിരാമണൽ. അപ്പോൾ പാതിരാമണലിലോട്ട് ഞങ്ങൾ കുമരകത്തിൽ നിന്ന് ഇവിടെ അടുത്ത ഈ ജെട്ടിയിൽ വന്നിട്ട് പിന്നെ ബോട്ട് പിടിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പെർ ഹെഡ് 150 രൂപ വരെ ആകും, 150-200 രൂപ വരെ ആകും. പാതിരാമണലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദ്വീപ് വെള്ളം ചുറ്റി കിടക്കുന്ന ഒരു ചെറിയൊരു ദ്വീപാണ്. അതിനകത്തൊരു SNDPയുടെ ഒരു ശാഖയും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ചോദിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് ഇഴവ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് മാറ്റിയപ്പം അവർക്ക് കുറച്ച് സ്പേസ് അവിടെ കൊടുത്തതാണെന്നൊക്കെ പറയുന്നു. അതേ കൊണ്ടുവച്ചാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാതിരാമണൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും അപ്പോൾ ഞാനൊരു ക്ലോസപ്പ് കൂടെയാണ്. അപ്പോൾ നാച്ചുറൽ ബ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ നശിപ്പിക്കാതെ നന്നായിട്ട് സൂക്ഷിക്കണം. നല്ലതുപോലൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ
ഇതിൻ്റെ ചുറ്റും അങ്ങനെ വണ്ടിയിലോട്ട് പോവുകയാണ്, ബോട്ടിലോട്ട് പോവുകയാണ്. ഞാൻ വണ്ടി എന്ന് ഉദ്ദേശിക്കുന്ന ബോട്ടാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ഇത് ചുറ്റിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ നിന്നുള്ള വെളിയിലോട്ട് ക്യാമറ വെച്ചിട്ടുള്ളൊരു ക്ലോസപ്പ് ഷോട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ കുളക്കോഴി അവിടെ ഇരിപ്പുണ്ട്, പലതരം കൊക്കുണ്ട്. ആയുധാശാൻ കൊക്കാണ്, കൊക്കുണ്ട്, കുളക്കോഴി. പക്ഷികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. കുളക്കോഴി ഒരുപാട് കാണാം, പക്ഷികളുണ്ട്, പിന്നെ മീനുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിത്രശലഭം, അങ്ങനെ കുറേ പാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷേ അതൊക്കെ അകത്തോട്ട് കയറി നോക്കണം. നമുക്ക് ഒരു പാതയുണ്ട്, അതിൽ കൂടെ എല്ലാവരും നടക്കാറുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്നും വലിഞ്ഞു കയറിയില്ല. അപ്പം അങ്ങനെ അവരുടെ അതിൻ്റെ ഒരു വന്യത അല്ലെങ്കിൽ വശ്യത അത് നമ്മൾ നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പിന്നെയും നോക്കിയത് പ്രത്യേകിച്ച് അതിൻ്റെ നമുക്ക് അവിടെ അതുവഴി അതിൻ്റെ ബോട്ടിൻ്റെ ബാക്കിലോട്ട് വന്നിട്ട് എടുത്തിരിക്കുന്നതാണ്. ബോട്ടിൻ്റെ ആ പുറകുവശം കാണാനായിട്ട് അതൊരു രസമുണ്ട്. ബോട്ടിൻ്റെ ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ്. അപ്പം ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലി, നല്ല കമ്പനിയാണ്, രസമുണ്ട്. അപ്പം നമ്മൾ അതിനോട് പാട്ടും ഡാൻസും പരിപാടികളും. അച്ചായൻ്റെ ഡാൻസ് അടിപൊളി. അത് നഹാസ് ഷൂട്ട് ചെയ്യാനായിട്ട് നേരത്തെ കുറച്ച് കള്ള് എന്നതിൻ്റെ എഫക്റ്റും ഉണ്ട്, പക്ഷേ അത്ര ചെന്നില്ല. ഒരു രസമാണ് നമ്മളെ ട്രാവലിൽ. അപ്പം അങ്ങനെ നേരെ അപ്പം ഞാൻ ആ ഫ്രണ്ടിലോട്ടുള്ള വ്യൂവിലോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബാക്ക് വാട്ടേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. അതല്ലേ സായിപ്പന്മാരൊക്കെ ശരിക്കും പേര് ഉണ്ട് കേട്ടോ. സായിപ്പന്മാരൊക്കെ ഇങ്ങനെ വന്ന് കാണാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വേറെ സ്റ്റേറ്റുകളൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ബാക്ക് വാട്ടേഴ്സ്, കാട്, മഞ്ഞുള്ള സ്ഥലങ്ങൾ, മീൻസ് തണുപ്പുള്ള സ്ഥലങ്ങൾ, പിന്നെ എന്തെല്ലാം വനങ്ങൾ, നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ. കേരളം പോലെ ഒരു സ്ഥലം പിന്നെ കാണണമെങ്കിൽ നമ്മളിവിടെ കേരളത്തിന് കാശ്മീരോ ആസാമിൻ്റെ മേളിലോ ഒക്കെ പോകണം, എന്നാലേ അതുപോലത്തെ ഒരു സ്ഥലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അപ്പുറത്തെ പാതിരാമണലിൻ്റെ ബോട്ട് ജെട്ടി എത്താറായി. അപ്പം അതിലോട്ട് അടുത്തടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ഹോൺ അടിക്കും, രസമുണ്ട് കേൾക്കാൻ. മറ്റേ ബോട്ടുകൾക്ക് അറിയിപ്പ് കൊടുക്കുന്നതായിരിക്കും നമ്മൾ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ മറ്റേ ബോട്ട് അവിടെ നിന്ന് വിട്ടപ്പോഴാണ് ഇതങ്ങോട്ട് അടുത്തോട്ട് ചെല്ലുന്നത്. അടുത്തോട്ട് ചെന്ന് നമ്മളതിനെ ഇറക്കാനായിട്ട് പോകണം. അപ്പോൾ അവിടെ ഇനി ചെന്നിട്ട് ചെറിയൊരു ഫീസുണ്ട്, ചെറിയൊരു 20 രൂപ അങ്ങനെ കണ്ടാണ് അവിടെ കയറുന്നതിന്. അപ്പോൾ ബോട്ട് ഇങ്ങനെ അടുപ്പിച്ച്. അപ്പം നമുക്കിത് നമ്മുടേത് ഒരു ട്രാവലോഗ് മാത്രമല്ല, ഈ വീഡിയോ ഒരു ഹോംലി വീഡിയോ ആണ്. അതായത് ഇവിടെ വന്നിട്ടുള്ള ട്രിപ്പിലുള്ള വരുന്നതിനൊക്കെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ടേ. അപ്പോൾ അവർക്ക് അതാണ് അങ്ങനത്തെ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. പ്യുവർ നേച്ചർ മാത്രമല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരുത്തർ ബോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സൂക്ഷിച്ച് സൈഡിൽ പിടിച്ചിറങ്ങണം, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവരും കെയർഫുള്ളാണ്, എല്ലാം പറഞ്ഞു തരും, ഇറങ്ങേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പം നമ്മുടെ ആശാൻ ഫ്രണ്ടിൽ വിട്ട് പോവുകയാണ്. അപ്പം അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു, 20 രൂപ കണ്ടാണ്. അപ്പം അത് എടുത്തിട്ട് അകത്തോട്ട് കഴിഞ്ഞപ്പോൾ വലതുവശത്ത് ഒരു ട്രീ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്. മേളിൽ കയറുക, അത് കയറാനൊക്കെ സ്റ്റെപ്പുണ്ട്, പക്ഷേ അതൊക്കെ ഇത്തിരി പാടാണ്. നമ്മൾ നേരത്തെ ട്രീ ഹൗസിലൊക്കെ പോയതുകൊണ്ട് നമുക്ക് വലിയ അത്ഭുതമല്ല അത്. അപ്പം ട്രീ ഹൗസ് കൃത്യമായിട്ട് എൻ്റെ അടിയിലൊക്കെ നോക്കാൻ ഞാൻ അങ്ങോട്ട് ക്യാമറയായിട്ട് പോയി. ഒരു ദ്വീപിൻ്റെ ഒറ്റപ്പെട്ടൊരു ദ്വീപിൻ്റെ എല്ലാവരും സെറ്റപ്പുണ്ട്, പക്ഷേ ആൾക്കാരിപ്പോൾ കൂടുതലായതുകൊണ്ട് എല്ലാം തെളിച്ചൊക്കെ ഇട്ടിട്ടുണ്ടേ പോകാൻ വേണ്ടി എല്ലാം കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ വള്ളിപ്പടർപ്പും അങ്ങനത്തെ കൊണ്ട് അപ്പം അവിടോട്ട് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശം ആ ട്രീ ഹൗസ് ഇച്ചിരി നല്ലതുപോലെ എടുക്കുക എന്നുള്ളതാണ്. എൻ്റെ അടിയിലോട്ട് പോയി ട്രീ ഹൗസ്, ഒറിജിനൽ ട്രീ ഹൗസ് ഇങ്ങനെയൊന്നുമല്ല, കുറച്ചുകൂടെയൊക്കെ നല്ല സ്റ്റൈലാണ്. ഞങ്ങൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇതിൽ കയറിയിട്ടൊക്കെ ഉണ്ട് വലിയ
ട്രീ ഹൗസിൻ്റെ ഒരു ക്ലോസപ്പാണ്. കാറ്റിങ്ങനെ ചെറുതായിട്ടുണ്ട്. വെളിയിലൊക്കെ നല്ല ചൂടാണെങ്കിൽ ഇവിടെ അത്ര ചൂടില്ല കേട്ടോ. നടക്കാൻ വലിയ കുഴപ്പമില്ല, പക്ഷെ ചൂടുണ്ട്. പക്ഷെ അവിടുത്തെ വെളിയിലെ കാലാവസ്ഥയുടെ അത്ര ടെമ്പറേച്ചർ ഇവിടെ ഇല്ല. അപ്പോൾ കാട്ടിനകത്ത് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. സൈഡിൽ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്, നടന്ന് ക്ഷീണിച്ചായിരിക്കാനാണ്. അപ്പോൾ അതിനകത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ബെഞ്ച് നമ്പർ 1, ബെഞ്ച് നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ ആൾക്കാർ ചിലപ്പം അതിനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് വരികയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇടയ്ക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ നിൽക്കുന്നതാണ് ആൾക്കാർ, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സലീമണ്ണ നടന്നു പോകുന്നതും ബാക്കിയുള്ളവർ നടന്നു വരുന്നതും ഒക്കെ ഉള്ളൊരു വീഡിയോ ലോങ് ഷോട്ടിലെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവേണ്ട ആ ഒരു ഭംഗി ആ ദ്വീപിൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നു മഴയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, രസമായിരിക്കും. രണ്ട് സൈഡിലും വെള്ളം കെട്ടാണ് കേട്ടോ. കാരണം ദ്വീപിനകത്തെല്ലാം വെള്ളത്തിലേക്ക് കെട്ടിക്കിടക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേറൊരു ദ്വീപ് ഇങ്ങനെ കൃഷിക്ക് വേണ്ടി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വെള്ളം അവിടുത്തെ വാട്ടർ ലെവൽ മറ്റേ ലെവലിനേക്കാളൊക്കെ, വെളിയിലെ വാട്ടർ ലെവലിനേക്കാളൊക്കെ താഴെ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഹോംലി വീഡിയോ ആണ്, അല്ല പ്രകൃതി മാത്രം കാണിക്കാറില്ല. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം ഇങ്ങനെ കാണുന്നത്, ഓരോരുത്തരായിട്ട് കാണിക്കുന്നത്, എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ചെയ്യണം. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞാനും ഒരു സെൽഫി താനും എടുക്കണമല്ലോ, അങ്ങനെ പറഞ്ഞ് ഞാനും ഒരു സെൽഫിയിലോട്ട് ഇങ്ങോട്ട് പോയി. അപ്പോൾ ചുറ്റുപാടുകളൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്ന ആൾക്കാരുമായിട്ടാണ് ഇങ്ങനെ ടൂറ് പോകുന്നത് കേട്ടോ. അപ്പം അവൈലബിൾ കോറം കൊണ്ടുപോകുക എന്നുള്ളതാണ്. രണ്ട് സൈഡിലും വെള്ളക്കെട്ടാണ് കേട്ടോ, വെള്ളക്കെട്ടും അങ്ങനത്തെ സംഭവങ്ങളാണ് രണ്ട് സൈഡിൽ. ബാക്കി ബാച്ചുകളും നടന്ന് വരുന്നുണ്ട് ബാക്കിൽ നിന്ന്. അപ്പം ഈ പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. പക്ഷെ രാവിലെ എല്ലാ പക്ഷികളും രാവിലെ പോയാലേ നല്ല ദൂരെ കാണാൻ പറ്റുള്ളൂ. ചൂട് കൂടിക്കഴിഞ്ഞാൽ ആശാന്മാർ പറക്കം നിർത്തിയിട്ട് എവിടെയെങ്കിലും ഇരിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കയറി വരുന്നത് പിന്നെ ലാസ്റ്റ് എൻഡ് ചെയ്യുന്നൊരു ചെറിയ ചിൽഡ്രൻസ് പാർക്കാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ കയറി നിന്നിട്ട് തല ജനലിൽ കൂടെ ഇട്ടിട്ട് രാജസ്ഥാനിലൊക്കെ നമ്മൾ പോയപ്പോൾ സലീമണ്ണൻ കയറി ഇത് തുടങ്ങി, ഊഞ്ഞാലാടാൻ തുടങ്ങി, ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ അപ്പൂപ്പൻ താടി ഇങ്ങനെ താഴോട്ട് വീഴുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിച്ചു. അപ്പം ഞാൻ അപ്പൂപ്പൻ താടിയെ ഫോളോ ചെയ്യാൻ വേണ്ടി അവിടെ കയറി ഇരുന്ന് അതിങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി കുറേ നേരം ഇരുന്നു. അപ്പം ഓരോ കാറ്റടിച്ച് ഇച്ചിരി കഴിയുമ്പോഴും അപ്പൂപ്പൻ താടി താഴോട്ട് വരും. ഞാനും ഒരു ഊഞ്ഞാലിൽ കയറി ഇരുന്നു, നാടി തന്നെത്താൻ തന്നെ ഒന്ന് ആടി. ഇപ്പോൾ രസമുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, ഊഞ്ഞാലിൽ കയറി ഇരുന്ന്. നമ്മുടെ ചൂടുണ്ട് കേട്ടോ, മഴയത്തൊക്കെ ഇതാണെങ്കിൽ കുറച്ചുകൂടെ രസമായിരിക്കും. അപ്പം അങ്ങനെ നടന്ന് അവിടെ എല്ലാം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലോട്ട് അങ്ങോട്ട് കയറി കുറച്ച് അങ്ങോട്ട് നോക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ കുറച്ചുകൂടെ സൈലൻ്റാണ്, ഇത്തിരി കൂടെ കാട് കൂടുതലുണ്ട് അവിടെ ആ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ അവിടെ അങ്ങനെ അതുവഴി ഇങ്ങനെ കറങ്ങി നടക്കുക. അവിടെയൊക്കെ ഇരുന്നിട്ട് ഈ അപ്പൂപ്പൻ താടി ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ജോലി. അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു വരുന്ന ഒരു അവിടെ ഏതോ ട്രീയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് താഴോട്ട് ഇങ്ങനെ പതുക്കെ പറന്നു വീഴുന്ന അപ്പൂപ്പൻ താടി. രസമുണ്ട്. അവിടെ സിനിമയിൽ പാട്ടുണ്ടല്ലോ, അപ്പൂപ്പൻ താടി പോലെ നരച്ചൊരു തുപ്പിയുള്ള മാവ, അങ്ങനത്തെ അപ്പൂപ്പൻ താടി കറങ്ങി വരുന്നത് കാണാൻ രസമുണ്ട് കേട്ടോ. എടുക്കണമെങ്കിൽ നോക്കിയിരിക്കണം. 1-2 കിട്ടി, 1-2 പറന്നു പോയി അങ്ങനെ. അപ്പം നമ്മുടെ കൂടെയുള്ള ഒരു കുട്ടി തന്നെ വന്ന് എനിക്ക് ഒന്ന് ഇതിലിരുന്ന് ആടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മാറിക്കൊടുത്തു. അവിടെ ഇരുന്ന് പുള്ളിക്കാരി ആടേനും അപ്പൂപ്പൻ താടി പറന്നു പോകുന്നതാണ്. കണ്ട ആകാശമുണ്ട്. അപ്പോൾ അതിൻ്റെ ആലോചിക്കണം, പ്രകൃതിയുടെ ഒരു പ്രത്യേകതകളൊക്കെ. അതിൻ്റെ ആ വിത്ത് തൊട്ട് താഴെ വീണ് കഴിഞ്ഞാൽ അതിന് ആഹാരം കിട്ടാതെ അത് ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ദൂരെ പറത്തി വിടാനുള്ള ടെക്നിക്കാണ് ശരിക്കും അപ്പൂപ്പൻ താടി കൊണ്ട്. അതുപോലെ തെങ്ങൊക്കെ വെള്ളത്തിൽ വീണ തേങ്ങ വീണ് ദൂരെ പോകുന്നതെല്ലാം അതിൻ്റെ കാര്യം കൊണ്ടാണ്. കാരണം ഒരേ സ്ഥലത്ത് കിടന്നാൽ അവർക്ക് ഫുഡ് കിട്ടുന്നതിന് വലിയ പ്രശ്നം വരും.
അപ്പോൾ അതുകൊണ്ടാണ് പറന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ഇരുട്ടുള്ള അകത്തങ്ങോട്ട് കയറി. അപ്പോൾ നല്ല വേരുകളൊക്കെ തങ്ങി നിൽക്കുന്ന ഒരിടത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയ രീതിയിൽ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുപ്പ് തുടങ്ങി. അവിടെ ഇച്ചിരി കൂടെ തണലും ഉണ്ട്, തണുപ്പും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും നിരന്ന് നിന്ന് വീഡിയോസ് എടുക്കുകയാണ്, ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പം അതിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇതേപോലെ വൈകിട്ട് വന്ന് നമ്മുടെ ലക്ഷ്മി അവിടുത്തെ ആദ്യം നിന്നുകൊണ്ട് കഴിക്കാനായിട്ട് കയറി. വൈകിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് കാപ്പി, തണുത്ത കാപ്പിയൊന്നും പഴംപൊരി, പച്ച പഴംപൊരിയായിരുന്നു, കൊള്ളൂലായിരുന്നു. ഞങ്ങളത് കംപ്ലയിൻറ്റ് ചെയ്ത് രാത്രിയത്തെ ആഹാരം ഞങ്ങൾ വേണ്ടെന്നും പറഞ്ഞു. പക്ഷെ പിന്നെ പുള്ളിക്കാരൻ വിളിച്ചു, അല്ല സാർ അതിങ്ങനെ ഞാൻ ഇല്ലായിരുന്നു, അടിപൊളി ആഹാരം രാത്രി തരും, വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നാലും പോട്ടെ, അപ്പോൾ ശരി എന്നാൽ പിന്നെ പിണക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ സാഹിബന്മാരെ കഴിക്കാനുണ്ടായിരുന്നു. നല്ല 1ാം ക്ലാസ് ഫുഡായിരുന്നു കേട്ടോ, പറയേണ്ട തന്നെയാണ്, നല്ല ഫുഡാണ്. അപ്പോൾ ഞങ്ങൾ ബറോട്ടയും ചപ്പാത്തിയും പിന്നെ വെജിറ്റബിൾ കറിയും ചിക്കൻ കറിയും എല്ലാം കൂടെ വാങ്ങിച്ച് ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നല്ല രസമാണ്. 300 രൂപയുള്ളൂ ഈ പെർ ഹെഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഐസ്ക്രീമും ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കൊച്ചു പിള്ളേരായ സ്ഥിതിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് നേരെ റൂമിലോട്ട് പോയത്. അപ്പോൾ അവിടെ രാത്രിയുള്ള വ്യൂ ആണ്. അപ്പം ബാറിൻ്റെ അത് പേര് കൊള്ളാം, ലിക്രൈസ് അല്ല ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് ലിക്വിഡ് ബാർ കൊള്ളാതെ. അപ്പോൾ ഇതതിൻ്റെ ഫ്രണ്ടേജാണ്, കാണാൻ രസമുണ്ട്. അപ്പോൾ രാത്രിയിലെല്ലാം അലങ്കരിച്ചൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പം പല ആൾക്കാരവിടെ വന്ന് പാറായതുകൊണ്ട് ആളുണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുകയും ചെയ്തു, വൈകിട്ട് ഈ തണുത്ത ചായയൊക്കെ തിന്നപ്പോൾ പറഞ്ഞ് പാറ നല്ല ഫുഡല്ലേ എല്ലാ ബാറിലും, പിന്നെ പാറില്ല സാർ അതിങ്ങനെ ഒരു അബദ്ധം പറ്റിയാണ് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ സോറിയൊക്കെ പറഞ്ഞാണോ ഞങ്ങൾ. പക്ഷെ നല്ല സൂപ്പർ ഫുഡായിരുന്നു, വൈകിട്ട് നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റാണ്. ഞങ്ങളവിടെ ഇപ്പം പൈസ റൂമൊക്കെ പോലെ ഈ ഫാൻ ഇല്ലെന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെന്താണ് ഇടത്തുനിന്ന് മനസ്സിലായില്ല, ഞങ്ങളത് ഈ ഒന്ന് പിന്നെ ചോദിക്കാം. അപ്പോൾ ഹോട്ടലിലെ രാത്രി വ്യൂ ആണ്. ഇവിടെ നല്ല രസമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു. സൈഡിൽ കൂടെ നമുക്ക് അവിടെ ഫുഡ്. പക്ഷേ ഇവിടുത്തെ കൊതുക് കടി കാരണം ഞങ്ങളതൊക്കെ മതിയാക്കിയിട്ട് അകത്തിരുന്ന് തന്നെ കഴിച്ചു, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഹെവി അതാണ്. ഇവിടെയൊക്കെ ആക്ച്വലി മഴയത്ത് വരുമ്പോഴും രസമായിരിക്കും കേട്ടോ. അങ്ങനെ വൈകിട്ട് രാത്രി കൂടി കഴിയുകയാണ്. പാട്ടും ഡാൻസും എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരായിട്ട് റൂമിലോട്ട് പോവാണ്. അപ്പോൾ നേരെ ആ സൈഡിലോട്ടുള്ള പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിരിക്കാവുന്ന സ്ഥലം ഇവിടെയാണ്. പക്ഷെ അത് അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൊതുകിൻ്റെ ശല്യം പ്രമാണിച്ച് നമ്മൾ നിർത്തി വെച്ചിട്ട് അകത്തോട്ട് തന്നെ പോയി കഴിച്ചിട്ടൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ഇനി എല്ലാ റൂമുകളിലോട്ട് പോവാണ്. അപ്പോൾ റൂമിൽ കയറി ആ മോൻ്റെ ഒരു പാട്ട്, ഗിറ്റാറിൽ പാട്ട് കേൾക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ കാണാം, നമുക്കങ്ങനെ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ രാത്രിയാണ്. ചെറിയൊരു ട്രിപ്പ്, രസം. വലിയ ട്രിപ്പിലൊക്കെ പോകണമെന്നുണ്ട്, ഞങ്ങൾ പോകാറുണ്ട്. ഈ ക്ലിനിക്കൊക്കെ അടച്ചിട്ടിട്ട് വരുന്ന അവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കൂടുതൽ ദിവസം. ഇനി എന്തായാലും ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് അടുത്ത ട്രിപ്പ്. അപ്പം അങ്ങനെ അലങ്കരിച്ചവരുടെ അതിനകത്ത് നിന്നപ്പോൾ അവിടെ വെച്ച് തന്നെ മോനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെ ഭയങ്കര കൊതുക്. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അതെല്ലാം പൊടി കെട്ടിയെടുത്ത് നേരെ റൂമിലോട്ട് വെച്ച് വിട്ടു. അപ്പം ഇവിടെ വെച്ച് വാതാപി ഗണപതി ഭജി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടാണ് ഗിറ്റാറിൽ വായിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. പുള്ളിക്കാരന് കൊതുക് കടിച്ചോടുകൂടി പുള്ളിക്കാരന് അത്ര രസം തോന്നിയില്ല അവിടെ ഇരിക്കുന്നത്. അതിൽ ലൈറ്റും കുറവാണ് അവിടെ. അപ്പം ഞാൻ പറഞ്ഞപ്പം ഇവിടെ ഇരിക്കണ്ട, നേരെ നമുക്ക് റൂമിലോട്ട് തന്നെ പോകാം എന്ന് പറഞ്ഞ് നേരെ നമ്മൾ അപ്പം പുള്ളിക്കാരൻ ഗിറ്റാർ എടുത്തുകൊണ്ട് വരുന്നതേ ഉള്ളൂ. ഗിറ്റാർ ഓപ്പൺ ചെയ്തിട്ട് പാട്ട് പാടാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പം നല്ല വൃത്തി വായിക്കുന്നുണ്ട്, രസമുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ട് വായിച്ചു തുടങ്ങിയാണ്. എല്ലാവരും ഓരോരുത്തരും കൊതുക് കടിക്കുന്നുണ്ട്, എണീക്കുന്നുണ്ട്, കൈയിട്ടിലൊക്കെ അടിക്കുന്നുണ്ട്. അവനെയും കടിച്ചു തുടങ്ങി. അപ്പോൾ
കുറച്ച് വായിച്ച് കഴിയുമ്പോൾ ഞാൻ മതി ഇത് ഇവിടെ ഇരുന്ന് വായിച്ച് ശരിയാവില്ല, നമുക്ക് റൂമിലോട്ട് പോകാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പതുക്കെ എണീറ്റ് നേരെ നല്ല രസമായി വായിക്കുന്നുണ്ട്. നല്ലൊരു ഭാവിയുള്ള ചെറുക്കനാണ്. അപ്പം നമുക്ക് പാട്ടിലോട്ട് നല്ല രീതിയിൽ വായിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സൗണ്ടെല്ലാം എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്ത. വായിച്ചുകൊണ്ടിരിക്കണം, നോയ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാം മാറ്റുകയാണ്. ഭയങ്കര സംസാരവും കൂടെയൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ, ചിരിക്കും ബഹളവും എല്ലാമാണ്, അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഇരുന്ന് അപ്പം അവിടെ ഇരുന്നിട്ട് പക്ഷേ രക്ഷയില്ല, കൊതുകടി കൂടി വരുന്നുണ്ട്. അപ്പം നൈസാ മുങ്ങാന്നുള്ള പ്ലാനിലാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് എന്നാലും പുള്ളിക്കാരൻ ഇരുന്ന് വായിക്കുന്നുണ്ട് സംഭവം നല്ലതുപോലെ. ചിഞ്ചു ഓരോരോ ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ വായിക്കണമെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഇരുന്ന് ഓരോന്നോരോന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൊതുകടി രക്ഷയില്ലെന്നുണ്ട്. നമ്മൾ എണീക്കുന്നു, നേരെ റൂമിലോട്ട് പോകും. റൂമിലോട്ട് പോയിട്ട് എല്ലാവരും കൂടിയിരുന്ന് ഗിറ്റാറും വായന തുടങ്ങി. എല്ലാവരും ചുറ്റും കയറിയിരിപ്പുണ്ട്. ഓരോരോ കമൻസൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. പാട്ടുകൾ പുള്ളി വായിക്കുന്നുണ്ട്. കൂടെ പാടാൻ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് ഇതാണ്. അപ്പം അങ്ങനെ എല്ലാവരും AC ആണ്, ഞാൻ പറഞ്ഞില്ല, ഫാനില്ല, AC റൂമാണ്. അതിനകത്ത് എല്ലാവരും കൂടെ കയറിയിരുന്ന് അവൻ ഗിറ്റാർ വായിക്കുന്നു. എല്ലാവരും അവന് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരോ ടൈപ്പ് ഓരോ പാട്ടുകൾ, സിനിമാ പാട്ടുകളൊക്കെയാണ് പിന്നെ അടുത്ത് പാടുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അങ്ങനെ ഓരോന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനടുത്ത് പിന്നെയും പാട്ടുകൾ പാടാൻ പറയുമ്പോഴത്തേക്കും ഉറക്കം വരുന്നതെന്നൊക്കെ തോന്നുന്നെങ്കിൽ പറഞ്ഞില്ല, അവൻ 2 മണിക്കൂറൊക്കെ പാടും എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കണം, ഓരോരോ പാട്ടുകളായിട്ട് അങ്ങനെ സിനിമാ പാട്ടുകളും പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറഞ്ഞ മാതിരി സമയം പോകണത് അറിയുന്നില്ല. രസമുണ്ടായിരുന്നു. 10 മണി വരെ, കാരണം ഒരുപാട് നമ്മൾ ട്രാവലൊക്കെ ചെയ്ത് വന്നേ ഇല്ല. അപ്പം ഒരു 10 മണി കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്ന പാടാണ്. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോൾ സ്കൂട്ടിയാണെന്നുള്ള രീതിയിൽ 10-10:30 വരെയൊക്കെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുള്ളിക്കാരൻ്റെ ഗിറ്റാറിലുള്ള പാട്ടും കേട്ട് നമ്മളങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ പാട്ട് 2-3 പാട്ടുകൾ പാടി. അത് കഴിഞ്ഞിട്ട് അപ്പം അത് തീർന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരായിട്ട് പാടാൻ തുടങ്ങി. പല പാട്ടുകളും, നല്ല നല്ല പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ പാടി. അത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പലരും അങ്ങനെ നമ്മളൊരു കൂട്ടായ്മയാകുമ്പോൾ അങ്ങനെയാണ് രസമാണ്. ഭയങ്കര പാട്ടുകാരൊന്നും അല്ല, ഭയങ്കര ഗിറ്റാറിസ്റ്റുകളൊന്നും അല്ലെങ്കിൽ നമ്മുടേതായ രസം, അങ്ങനെ അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റിൽ നമ്മളങ്ങനെ എൻജോയ് ചെയ്യണം എല്ലാവരും. ഇപ്പം സമയം പോകുന്ന ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് പോയി. ഇനി അടുത്ത ദിവസത്തേക്ക് രാവിലെയാണ്. ഭയങ്കരവും പുള്ളിക്കാരിയും പാട്ടുകളിങ്ങനെ ഓരോ പാട്ടുകൾ പാടിയിട്ട് നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരും. അങ്ങനെ പല തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കളിയാക്കി കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെയൊക്കെ ചെയ്താണ് നമ്മളെ ടൂർ. ഈ ചേച്ചിയും പാടും. ഓരോരോ സംഭവം നോക്കിയിട്ട് പുള്ളിക്കാരി ഓരോന്ന് പാടാനായിട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളതിന് കമൻറ്റുകളും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ കൂടെ ആൾക്കാർ കൂടെ എൻജോയ് ചെയ്തും പാടുന്നുണ്ട്. പുള്ളിക്കാരി പഴയ പാട്ടുകളൊക്കെയാണ് പാടുന്നത്. നമുക്ക് പലർക്കും പഴയ പാട്ടുകളാണ് ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഇഷ്ടം.
അപ്പോൾ അതങ്ങനെ കേട്ട് പഴയ പാട്ട് പുസ്തകം വെച്ച് നോക്കിയിട്ടും പുള്ളി ഇതുപോലൊരു പാട്ട് പാടിക്കൊണ്ട് മറ്റേ കുട്ടിയും പാടും. അങ്ങനെ ഒരു ദിവസം നല്ല രാജകീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ട്. ഞാൻ തന്നെ തന്നെത്താൻ സെൽഫിയൊക്കെ എടുത്ത് വിട്ടു ഒക്കെയാണ്. കാരണം ഇത്ര വെയിലൊക്കെ കൊണ്ടും വേർത്തൊക്കെ വന്നിരിക്കുമ്പോൾ മുഖം എങ്ങനെയാണെന്ന് അറിയണമല്ലോ. അപ്പം അങ്ങനെ രാജയുടെ പാട്ടിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ചിഞ്ചുവോട് ചെന്ന് ചിഞ്ചുവും കൂടെ ഇരുന്ന് പാടി തുടങ്ങി. ഇപ്പം രണ്ടുപേരും കൂടെ ഗാനമാണ്. ഗാനം രസമുണ്ട് കേൾക്കാൻ. ഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചെറുക്കനോടെ ഇരുന്ന് ഓരോ ഡയലോഗ് അടിച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ നമ്മൾ നേരെ ഹൗസ് ബോട്ടിലോട്ട് പോയിട്ട് അപ്പം അമൃതം എന്ന് പറഞ്ഞിട്ടുള്ള ഹൗസ് ബോട്ടാണ്. നല്ല ഹൗസ് ബോട്ട്. നമ്മൾ 2 നില ഹൗസ് ബോട്ട് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നു. വളരെ വിശാലമായിട്ട് അപ്പം ഹൗസ് ബോട്ടാണ് ഇത്. നമുക്ക് ഏകദേശം പെർ ഹെഡ് 800-850 രൂപ വെച്ചായുള്ളൂ. ഫുഡ് അടക്കമാണ്. അപ്പോൾ വന്നുടനെ ചെരുപ്പ് ഊരി സൈഡിൽ ഇടണം. വലിയ ഡബിൾ ഡക്കർ അതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ അതിനകത്ത് ചെരുപ്പ് ഊരിക്കണം. നല്ല ഡാൻസ് ചെയ്യരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയ സ്ലൈഡ് ഡാൻസൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പാട്ട് പാടാം, എൻജോയ് ചെയ്യാം. അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. പിന്നെ അങ്ങനെ ഹോമിയോ മരുന്നൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ സംസാരിച്ചു. നല്ല വിശാലമായ വലിയ ബോട്ട്. അപ്പം കൊറോണ കഴിഞ്ഞിട്ട് കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങിയിരുന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പക്ഷെ നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് സെൻ്ററുകളൊക്കെ ഭയങ്കര ആളുണ്ട്. അപ്പോൾ താഴെ ഒരു റൂമുണ്ട് റെസ്റ്റ് ചെയ്യാൻ, മേളിൽ റൂമുണ്ട്. പക്ഷേ അതിൽ AC ഇല്ല. രാത്രി ഉള്ളവർക്ക് AC ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പാക്കേജ് പോലെ എടുത്താണ് പോകുന്നത്. അപ്പം 18 പേർക്ക് കൂടെ മൊത്തം ഏകദേശം 17,000 രൂപയോ എല്ലാം കൂടെ. പിന്നെ ഒരു 5 പേര് കൂടെ വന്നായിരുന്നു. നമ്മുടെ കസിൻസ് വേറെ, കണ്ണനും ചക്കിയും പിന്നെ ഡോക്ടറും വേറെ ഡോക്ടറുണ്ട്. ഡോക്ടറും ഭാര്യയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്നിപ്പം പിന്നെ എണ്ണം കൂടി 10-23 പേരായി. ഞങ്ങളെല്ലാവരും കൂടെയാണ് ബോട്ടിൽ എടുക്കുന്നത്. ഇതാണ് ചക്കി. അപ്പം പിന്നെ കണ്ണൻ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ശ്യാം ഡോക്ടർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഡോക്ടറും ഭാര്യയും പുള്ളിയുടെ മകനും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ നമ്പർ ഓഫ്. അപ്പോൾ അവർ വേറെ ഇടത്തു നിന്ന് പാലക്കാട് നിന്ന് നമ്മൾ സർപ്രൈസായിട്ട് നമ്മളോട് കൂടിയതാണ്. അപ്പോൾ ഞാൻ ഡോക്ടറെ ഭാര്യ അതൊക്കെ വരുന്നത് കണ്ണനാണ്. എൻ്റെ മോളുടെ ഹസ്ബൻഡിൻ്റെ ഫാദറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഹോംലി വീഡിയോ ആണ്, അല്ലാതെ നേച്ചർ വീഡിയോ മാത്രമല്ല. അതുകൊണ്ടാണ് ആൾക്കാരെ കാണിക്കുകയൊക്കെ പരിചയപ്പെടുത്തിയത്. അതാണ് ഡോക്ടർ, ശ്യാം ഡോക്ടർ. അപ്പം അങ്ങനെ അപ്പോൾ ഇത് മേളിൽ അപ്പർ ഡെക്ക് ഒന്ന് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പർ ഡെക്കിനേക്കാളും താഴെയാണ് കൂടുതൽ കാണാൻ ഭംഗി. പക്ഷേ ബോട്ട് നല്ല രസമുണ്ട്. വലിയ ബോട്ടായതുകൊണ്ട് നല്ല ഭയങ്കര സ്പേഷ്യസ് ബോട്ട്. അടിപൊളി ഫുഡും ആയിരുന്നു കേട്ടോ. നല്ല കരിമീൻ പൊരിച്ചതും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കൊള്ളായിരുന്നു. നല്ല അടിപൊളി. രാവിലെ നമുക്ക് കസ്കസ് ഇട്ടൊരു ജ്യൂസ് കഴിക്കാൻ നിന്നും അത് സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് ചായ സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു, നല്ലായിരുന്നു. ഞാനതിൻ്റെ മേളിലത്തെ അപ്പർ ഡെക്ക് ഞങ്ങളിതിങ്ങനെ നമ്മളിതൊക്കെ നോക്കിയിട്ട് പിന്നെ പറയാണ് ഇതുപോലത്തെ വലിയ ബോട്ട് തന്നെ വരണം, ഇത്ര രൂപയാണ്. അതൊക്കെ നമ്മൾ നേരത്തെ ബാർഗെയിൻ ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. എന്നാലേ ശരിയാവുള്ളൂ. എല്ലാം കറക്റ്റായിട്ട് പോകുള്ളൂ. എല്ലാവർക്കും രസവും തോന്നുള്ളൂ. അപ്പോൾ മേളിലത്തെ അപ്പർ ഫ്ലോറിലോട്ട് ഞാനൊന്ന് വെറുതെ കയറിയെല്ലാം എടുക്കുകയാണ്. പിന്നെ നേരെ അവിടെ നിന്ന് പിന്നെയും താഴോട്ട് വന്നിട്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ നമ്മൾ പതുക്കെ പാതിരാമണലിൻ്റെ അതുവരെ പോകുമ്പോൾ അവർ ചോദിക്കും വഴിയിൽ നിന്ന് മീൻ പിടിച്ച് എക്സ്ട്രാ അതിൻ്റെ കൂടെ തരണമെന്നൊക്കെ ചോദിക്കും. ഞങ്ങളവിടെ ഇറങ്ങിയ വാച്ചൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഫുഡ് നമുക്ക് ധാരാളമാണ്. എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഫുഡ് നല്ല ഫുഡ്. രാവിലത്തെ സ്നാക്സും വൈകിട്ടത്തെ സ്നാക്കും വാഴയ്ക്കപ്പവും ചായയും എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പറഞ്ഞതുപോലെ 400 ഒരാൾക്ക് 850 രൂപയാവുള്ളൂ. ട്രാവലൂടെ അടക്കം നല്ലതുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള ഫുഡ്. വള്ളത്തിൻ്റെ അതിൻ്റേതായ അടിപൊളിയായിട്ടുള്ള ആഹാരമാണ്. ഇപ്പോൾ കരിമീൻ പൊരിച്ച് നല്ല അന്ന് നേരത്തെ അവിടെ നിന്ന് കഴിച്ച് കള്ളിഷാപ്പിലെ കരിമീനൊന്നും അത്ര കൊള്ളൂല. ഇതവിടെ ശരിക്കും ലോക്കൽ കരിമീനാണ്, നല്ലതാണ്, രസമുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ രാവിലത്തെ സ്നാക്സിൻ്റെ കൂടെ ഉള്ളതാണ്. നമ്മൾ ചായ അല്ല ജ്യൂസാണ്. നമ്മൾ അവിടെ നിന്നെല്ലാം കഴിച്ചിട്ടാണ് വന്നതുകൊണ്ട് ജ്യൂസ് മാത്രം കുടിച്ചു. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ അങ്ങനെ
അതിൽ യാത്രയാണ്. നല്ല രസമുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, രസമുള്ളൊരു ക്ലൈമറ്റ്. അധികം ചൂടില്ല ഇപ്പോഴേ, കാറ്റുള്ളത് കൊണ്ടാണ്. നിർത്തിക്കഴിഞ്ഞാൽ ചൂടെടുക്കുന്നുണ്ട്. ഫാനുണ്ട്. പിന്നെ വെള്ളം കുഴപ്പമില്ല, എന്നാലും കുടിക്കുന്ന വെള്ളം മറ്റേ മിനറൽ വാട്ടർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഇങ്ങനെ പക്ഷികളിങ്ങനെ പറന്നു പോകുന്ന നല്ല രസമുണ്ടത് കാണാൻ. സ്നേക്ക് ബേർഡ്സ് പറന്നു പോകുന്നതേ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് പേര് ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ പറന്ന് ആകാശത്തുള്ള ഇങ്ങനെ പറന്നു പോകുന്നത് രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് ട്രിപ്പ് ഏകദേശം തീരാറായിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് എല്ലാവർക്കും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ചുറ്റുമുള്ള വേറെ റിസോർട്ടുകളൊക്കെയാണ് ഈ കാണിക്കുന്നത്. അത് രസമുണ്ട് കാണാൻ. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി റിസോർട്ടാണ്. നമ്മളിപ്പോൾ ഈ ഒരു ദിവസമൊക്കെ പോയി താമസിക്കും 4-5 മണിക്കൂറിന് വേണ്ടി ഇത്രയും വലിയ കോസ്റ്റ്ലി റിസോർട്ട്സൊന്നും എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏതോ ഒരു റിസോർട്ട് വന്ന വഴിയിൽ സായിപ്പന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ അങ്ങനെ ചുറ്റി പോവുകയാണ്. പോയിട്ട് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് വണ്ടി കുറച്ച് നേരം ഇട്ടേക്കും, വെള്ളം ഇട്ടേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊണ്ട് നമ്മളിങ്ങോട്ടാക്കും. അപ്പം 4 മണിയാവും. പിന്നെ അവിടെ നേരെ അടുത്ത് നമ്മുടെ അനന്തപുരിയിൽ കയറി തിരിച്ച് നേരെ വെച്ചിട്ട് അനന്തപുരിയിലോട്ട് തന്നെ വരും. അപ്പം അങ്ങനെ ഒരു ഷോർട്ട് ട്രിപ്പ് കറങ്ങി വന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഉച്ചക്കലത്തെ ഊണ് കഴിക്കാനായിട്ട് ഇപ്പം ഒതുക്കി. നല്ല ഫുഡ്, നല്ല കരിമീൻ പൊരിച്ചതും മെഴുക്ക് പുരട്ടിയും പിന്നെ നമ്മളെ നല്ല പുളിശ്ശേരിയും എല്ലാം ഉണ്ട്. എല്ലാവരും നല്ല വിശാലമായിട്ട് കഴിച്ചു, രസമുണ്ട്. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, കാരണം തടി മേടിച്ചാണ് കഴിക്കാത്തത്. അപ്പം അങ്ങനെ എല്ലാവരും കഴിക്കുകയാണ്, ഓരോരുത്തരായിട്ട് കഴിക്കുകയാണ്. കരിമീൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളെല്ലാം കൊള്ളാം, നല്ല ഫുഡ്, കൊടുത്ത പൈസയ്ക്ക് വർത്താണ്. അപ്പം ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഒന്നുകൂടെ എടുക്കുകയാണ്. അപ്പം നമ്മുടെ ട്രിപ്പ് ഏകദേശം തീരാറായിട്ടുണ്ട്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം അവിടുത്തെ ആ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റാണ് നമ്മളീ കാണിക്കുന്നത്. അപ്പോൾ ഈ ട്രിപ്പിനോട് ബൈ. ഇനി അടുത്തൊരു ട്രിപ്പിൽ നമുക്കിതുപോലെ വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ഇത് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ ഇരുന്നാൽ കുറച്ചുകൂടി അടിപൊളിയൊക്കെ ആയിരിക്കും. അത് നമ്മുടെ കാര്യങ്ങളല്ലേ, ഇതെല്ലാം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവുള്ളൂ. അപ്പോൾ അപ്പുറത്തൊരു ഇതുപോലെ ബോട്ട് കിടക്കുന്നുള്ളൂ, ഒരുപാട് രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ കഴിക്കുന്ന സംഭവങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വൈകിട്ടത്തെ നല്ല അടിപൊളി വാഴക്കപ്പം ചായയൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റിട്ടേൺ ഫയൽ ചെയ്യാണ്. അങ്ങനെ ഒരു ഷോർട്ട് ട്രിപ്പ് ഏകദേശം തീരാറായിരിക്കുകയാണ്. ഒരു ഹോംലി വീഡിയോ ആണെന്ന് പിന്നെയും പറയുകയാണ്. അതുകൊണ്ടാണ് ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൂടുതൽ കാണിക്കുന്നത്. നമ്മുടെ ഫുഡ് ഇതിൻ്റെ ഏകദേശം അപ്പം അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.